ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനിയെ കുറിച്ചാണ്. 4 കൈൻഡ്സ് ഓഫ് കമ്പനിയാണ് നമ്മൾ പറയുന്നത്. പ്രൈവറ്റ് കമ്പനീസ്, പബ്ലിക് കമ്പനീസ്, വൺ പേഴ്സൺ കമ്പനി, ഫോറിൻ കമ്പനി. ഇതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് കമ്പനീസ്. എ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്, limits the number of members to 50, prohibits any invitation to the public to subscribe for any securities, includes one-person company, small companies. Private companies are not taken into consideration while calculating the maximum limit of 20 companies for audit. Private companyയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മെമ്പേഴ്സിൻ്റെ ലിമിറ്റ് 50 വരെയാണ്, അതിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് സെൽ ചെയ്യാനോ പബ്ലിക്കിന് വാങ്ങാനോ പറ്റില്ല. വൺ പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനീസ് ഒക്കെ പ്രൈവറ്റ് കമ്പനിയിൽ ഉൾപ്പെടുന്നതാണ്. സെക്ഷൻ 2 ക്ലോസ് 68 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് പ്രൈവറ്റ് കമ്പനീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. As a company which has minimum paid up capital of 1 lakh rupees or such higher paid up capital, 1 lakh or such higher paid up capital. ഈ വേർഡ് പ്രൈവറ്റ് കമ്പനിയുടെ ഡെഫിനേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2015 അമെൻമെൻറ്റ് പ്രകാരം. ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ് ഇഫ് എനി. പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി, ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200. വൺ പേഴ്സൺ കമ്പനിയാണ് നടത്തുന്നതെങ്കിൽ ആ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 200 ആയിരിക്കും. Provided that were 2 or more persons hold 1 or more shares in a company jointly, they shall for purpose of this clause be treated as a single member. 2 വ്യക്തികൾക്ക് ഒരു ഷെയർ ആണുള്ളതെങ്കിൽ അവരെ സിംഗിൾ മെമ്പർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. Persons who are in the employment of the company, persons who having been formerly in the employment of the company were members of the company while in that employment and having continued to be members after the employment ceased shall not be included in the number of members. കമ്പനിയിൽ എംപ്ലോയ് ചെയ്യുന്നവരൊന്നും കമ്പനിയുടെ മെമ്പർ അല്ല. Prohibits any invitation to the public to subscribe for any securities of the company. കമ്പനിയുടെ ഷെയർസ് ഒന്നും പബ്ലിക്കിന് വിൽക്കാനോ പബ്ലിക്കിന് വാങ്ങാനോ പറ്റില്ല. സെക്ഷൻ 2 ക്ലോസ് 68 തന്നെയാണ് വൺ പേഴ്സൺ കമ്പനിയെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനിയേക്കാളും പ്രിവിലേജസ് കൂടുതലാണ്. ആൻഡ് സർട്ടൻ എക്സെപ്ഷൻസ്. ഓൺലി 2 members ആർ സഫിഷ്യൻറ്റ് ടു ഫോം എ പ്രൈവറ്റ് കമ്പനി. ഇത് സെക്ഷൻ 3 ക്ലോസ് 1 ക്ലോസ് ബി കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ടാക്കാൻ മിനിമം മെമ്പേഴ്സ് മാത്രം മതി. നെക്സ്റ്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പബ്ലിക്കിന് ഷെയർസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദിസ് റെസ്ട്രിക്ഷൻ അലൗസ് എ ഗ്രേറ്റർ കൺട്രോൾ ഓവർ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 39 ആസ് ടു മിനിമം സബ്സ്ക്രിപ്ഷൻ ഡു നോട്ട് അപ്ലൈ ടു എ പ്രൈവറ്റ് കമ്പനി. It can therefore commence allotment of shares irrespective of the number of shares subscribed. ഇത് സെക്ഷൻ 11 പറയുന്നത്. പ്രൈവറ്റ് കമ്പനി വുഡ് നോട്ട് ഹാവ് എനി മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ എ പ്രോസ്പെക്ടസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ല്യൂ ഓഫ് പ്രോസ്പെക്ടസ് ടു ദ പബ്ലിക്. പ്രൈവറ്റ് കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രോസ്പെക്റ്റ് ഇറക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇറ്റ് നീഡ് നോട്ട് ഓഫർ പ്രിഫറൻസ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഇത് പറയുന്നത് സെക്ഷൻ 62. A private company is not required to call a statutory meeting or file a statutory report. It is free to issue any kinds of shares and allow disproportionate voting rights to its shareholders. ഇനി ഡയറക്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൺലി 2 minimum number of directors. ഇത് സെക്ഷൻ 149A ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. ഒരു കമ്പനിയിൽ ഫ്യൂവർ ഡയറക്ടേഴ്സ് മാത്രം മതി. A private company may appoint 2 or more directors by a single resolution, and the directors need not file their consent to act or take up qualification shares prior to their appointment. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സിംഗിൾ റെസൊല്യൂഷൻ വഴി 2 അതിൽ കൂടുതൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. A special notice of 14 days as required by section 161 of the Act for appointment of new directors is not necessary in case of private company provided it is not a subsidiary of a public company. The directors can freely vote on matters relating to contracts in which they have any interest. Even 1 or 2 members may demand a
Poll in case of private company. The copies of profit and loss account filed by a private company with the registrar are not open to inspection by non-members. പ്രൈവറ്റ് കമ്പനിയുടെ പ്രോഫിറ്റും ലോസും രജിസ്ട്രാറുടെ മുമ്പിൽ ഫയൽ ചെയ്യുന്നുണ്ടാവും. ഈ കാര്യം നോൺ മെമ്പർ ആയ ഒരു വ്യക്തിക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. The directors of a private company need not retire by rotation, and the restriction on appointment or advertisement of directors do not apply to a private company. There are no restriction on the appointment or reappointment of managing directors, and also there is no maximum limit for managerial remuneration in a private company. Private companies are not directed to appoint independent directors, and private companies can pay high remuneration to directors. Private companies have the flexibility to conduct meetings. Annual general meetings can be held and conducted through video conference and or through other electronic devices. Private companies are not needed to maintain an index number of members. Private companies can grant loan to directors or other entities without a special approval. These all are the privileges of private company. Next ആണ് പ്രൈവറ്റ് കമ്പനിയുടെ ഡിസഡ്വാൻറ്റേജസും ഒബ്ലിഗേഷനും. ഫസ്റ്റ് വൺ ആണ് ഷെയർ വാറൻസ്. The private company cannot issue share warrants payable to bearer. പ്രൈവറ്റ് കമ്പനിക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പേഴ്സണ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. This is to control the shares of the private company. Section 92 of Companies Act 2013 requires a private company to file its annual list of members and summary with the registrar. Section 92 പ്രകാരം ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ആനുവൽ ലിസ്റ്റിലെ മെമ്പേഴ്സിൻ്റെയും ആ കമ്പനിയുടെ സമ്മറിയെക്കുറിച്ചും രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്യണം. The section further requires such a company to send with this list a certificate stating that a company has not since the date of last return issued any invitation to public to subscribe to its shares or debentures. അതായത് പ്രൈവറ്റ് കമ്പനീസ് പബ്ലിക്കിന് അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനോ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനോ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും രജിസ്ട്രാറുടെ മുന്നിൽ വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ആണ് എ മെമ്പർ ഓഫ് എ പ്രൈവറ്റ് കമ്പനി കനോട്ട് അപ്പോയിൻറ്റ് മോർ ദാൻ വൺ പ്രോക്സി ടു അറ്റൻഡ് ആൻഡ് വോട്ട് ഇൻ ദ കമ്പനീസ് മീറ്റിംഗ്. ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ ഒരു മെമ്പറാണെന്ന് വിചാരിക്കുക. എനിക്ക് ആ കമ്പനിയിലെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നടക്കുന്നൊരു വോട്ടിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. എനിക്ക് പകരം ഒരാളെ അയക്കാൻ പറ്റും. അതാണ് ഈ പ്രോക്സി എന്ന് പറയുന്നത്. എനിക്ക് ഒന്നിൽ കൂടുതൽ ഒരു പ്രോക്സിയെ വെക്കാൻ പറ്റില്ല. എൻ്റെ ബിഹാഫിൽ എനിക്ക് പകരം ആരാണ് ആക്ട് ചെയ്യുന്നത് അവരെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. എ പ്രൈവറ്റ് കമ്പനി ഈസ് റിക്വയർഡ് ടു സെൻഡ് എ സർട്ടിഫിക്കറ്റ് ടു ദ രജിസ്ട്രാർ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ്സ് ആനുവൽ ടേൺ ഓവർ ഇൻ ദ പ്രിസീഡിംഗ് 3 years never reached ₹1 crore or more, that it did not hold 25% or more of paid up share capital of one or more public companies, and that since its last general meeting no body corporate has held 25% or more of its paid up share capital. If a private company violates the rules regarding AOA and it loses the status of private company and treated as public company. ഇത്രയുമാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്ലിഗേഷനായിട്ട് കണക്കാക്കുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ഗെറ്റ് ഇറ്റ്സെൽഫ് കൺവേർട്ടഡ് ഇൻ ടു എ പബ്ലിക് കമ്പനി ബൈ അമെൻഡിങ് ഇറ്റ്സ് ആർട്ടിക്കിൾസ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി അവരുടെ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതോടുകൂടെ പ്രൈവറ്റ് കമ്പനിക്ക് എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ end out. It shall also send information of such conversion along with a copy of the prospectus to the registrar within a prescribed period. ഇതിലെ കീ സ്റ്റെപ്സ് ആണ് ബോർഡ് റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, പബ്ലിക് ഇഷ്യൂ ഇത് ഓപ്ഷണലാണ്. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് ലിസ്റ്റിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതും ഓപ്ഷണലാണ്. ബോർഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് പാസ് എ റെസൊല്യൂഷൻ അപ്രൂവിംഗ് ദ കൺവേർഷൻ. ദിസ് റെസൊല്യൂഷൻ ഷുഡ് ഔട്ട്ലൈൻ ദ റീസൺസ് ഫോർ കൺവേർഷൻ ആൻഡ് പ്രൊപ്പോസ്ഡ് ടൈം ലൈൻ. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ റെസൊല്യൂഷൻ അപ്രൂവ് ചെയ്ത് പാസ് ചെയ്തിട്ടുണ്ടാവണം. ഈ റെസൊല്യൂഷനിൽ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കാൻ പോകുന്നതിൻ്റെ റീസൺ
and the proposed timeline should be mentioned. Next ആണ് special resolution. ഇത് പാസ്സാക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. Passed by shareholders, typically requiring a 3/4 majority. This resolution formally approves the conversion and any necessary amendments to the memorandum and articles of association. Special resolution കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ filing with the registrar of companies. Company must file the following documents with ROC: altered memorandum and articles of association, a declaration by the directors, and a copy of special resolution, other required forms and fees. Filing കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ minimum capital requirements ആണ്. The company must meet the minimum capital requirements for a public company as specified by the Companies Act. Companies Actല് പബ്ലിക് കമ്പനി ആവാൻ കുറച്ച് മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വേണം, അതും കൂടെ ഫുൾഫിൽ ചെയ്യണം. If the company plans to raise capital through a public issue, it must comply with the Securities and Exchange Board of India regulations. ഇതൊരു ഓപ്ഷണൽ ആണ്. This involves filing a prospectus, obtaining necessary approvals and adhering to SEBI's disclosure requirements. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. The company intends to list its shares on a stock exchange. It must fulfill the listing requirements of the respective exchange. This include complying with listing agreements, disclosure norms and corporate governance standards. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് കമ്പനിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. This is all about private company. Next kind of company അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.